നല്ല നടനാണ്, മനുഷ്യസ്നേഹിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ പല വിശേഷണങ്ങളുമുള്ള സുരേഷ് ഗോപി പക്ഷേ വീണ്ടും വിചാരമില്ലാതെ നടത്തുന്ന പ്രസ്താവനകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രതികൂലമായി മാറിയിട്ടുണ്ട്. തരം കിട്ടിയാൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിൽ നേടിയ വിജയം കോൺഗ്രസിന് മാത്രമല്ല ഇടതുപക്ഷത്തിനും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അതിനൊരു മറുപടി കൊടുക്കാൻ കാത്തിരുന്ന ഇടതുപക്ഷത്തിന് മുന്നിലിപ്പോൾ ഒരു മരുന്നും കൂടി ഇട്ടുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹം. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് എത്തിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. അത് നടക്കാതെ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എതിർകക്ഷികളും വോട്ടർമാരും അത് ആയുധമാക്കുകയും ചെയ്യും. അങ്ങനെ സുരേഷ് ഗോപി മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല അതെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തൻ്റെ ട്രബിൾ ഷൂട്ടറായ ലോക്നാഥ് ബെഹ്റയെ രംഗത്തിറക്കിയിരിക്കുകയാണിപ്പോൾ. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന പിണറായിയുടെ വിശ്വസ്തനാണ് മുൻ DGP ലോക്നാഥ് ബെഹ്റ. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് മെട്രോ റൂട്ട് ദീർഘിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ മെട്രോ നയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ലോക്നാഥ് ബെഹ്റ പറയുന്നത്. നിലവിലെ നയമനുസരിച്ച് ഇത്തരത്തിൽ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് മെട്രോ നീട്ടാനാകില്ലാത്തതിനാൽ കേന്ദ്രം നയം മാറ്റിയില്ലെങ്കിൽ അത് കൂടുതൽ തിരിച്ചടിയാവുക സുരേഷ് ഗോപിക്ക് തന്നെയാകും. ഇത്തരത്തിൽ മെട്രോ പദ്ധതിക്ക് നയമില്ലാത്തതിനാൽ KMRL-ന് നിലവിൽ ഈ റൂട്ടിൽ സാധ്യതാ പഠനം നടത്താനാകില്ലെന്നും ബെഹ്റ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളിൽ തിരുവനന്തപുരത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. തിരുവനന്തപുരത്തെ മെട്രോ പദ്ധതിയുടെ അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താമസിയാതെ തീരുമാനമാകും. കൊച്ചിയിലെ പോലെ തന്നെയുള്ള മെട്രോയാണ് തിരുവനന്തപുരത്തും ഉദ്ദേശിക്കുന്നത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നടത്തിയ ടെക്നിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു അലൈൻമെന്റ് നിർദ്ദേശിച്ചിരുന്നു. 2 ഘട്ടമായി ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ വിവിധ മേഖലകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് 5 അലൈൻമെന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് സാധ്യമായ അലൈൻമെന്റ് സർക്കാർ തീരുമാനിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ DMRC പദ്ധതി രൂപരേഖ തയ്യാറാക്കും. സംസ്ഥാന മന്ത്രിസഭയുടെയും കേന്ദ്രത്തിന്റെയും അനുമതി തേടിയ ശേഷം ഫണ്ടിംഗ് ഏജൻസിയെ കണ്ടെത്തും. കോഴിക്കോട് 14 കിലോമീറ്ററിലാണ് മെട്രോ റൂട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഏതു തരത്തിലുള്ള മെട്രോയായിരിക്കും കോഴിക്കോട്ടേതെന്ന് ഇപ്പോൾ പറയാനാകില്ല. സമഗ്ര ഗതാഗത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികളുടെ യോഗം കോഴിക്കോട്ട് ചേർന്നിരുന്നു. തുടർ നടപടികൾ ഇനിയും ശേഷിക്കുന്നുണ്ടെന്നും ബെഹ്റ പറയുന്നു. അങ്ങനെയെങ്കിൽ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ കടുത്ത സമ്മർദ്ദം തന്നെ ചെലുത്തേണ്ടി വരും. അധിക ചെലവ് സംബന്ധിച്ച വിഷയങ്ങളായതിനാൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അനുമതിയും ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ബെഹ്റയിലൂടെ സുരേഷ് ഗോപിക്കെതിരെ അമ്പ് തൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്.